ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതുണ്ട്, ഇത് നമ്മുടെ യൂണിക്കോണിൻ്റെ ഫ്യൂവൽ ലെവൽ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഈ ടാങ്കിനകത്ത് ഫുള്ള് കരടായിരുന്നു, റെസ്റ്റ് ആയിരുന്നു. അതായത് ആൾമോസ്റ്റ് എത്ര മാസമായിരുന്നു എടുക്കാതെ വെച്ചിരുന്ന വണ്ടി, അതായത് ആൾമോസ്റ്റ് ഒരു വർഷത്തോളം എടുക്കാതെ വെച്ചിരുന്ന യൂണിക്കോണിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഫുള്ള് കരടായിരുന്നു. നമ്മളപ്പോൾ കാർബറേറ്റർ എല്ലാം ക്ലീൻ ചെയ്തു, പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ചിരുന്നത്, അതായത് വിഭാഗം എല്ലാം ക്ലീൻ ചെയ്ത് വെയിലത്തൊക്കെ ചുമക്കി സെറ്റാക്കി എടുത്തത്, ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ തിരിച്ചെല്ലാം സെറ്റ് ചെയ്യാൻ പോകും. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് വാലിൻ്റെ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. വളരെ സിമ്പിളാണ് ഗൈസ്. വി ആർ സക്സസ്ഫുൾ ഇൻ ലൈഫ് ഗൈസ്. 4 നട്ടിൻ്റെ ബലത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം ടൈറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രോസ് ടൈറ്റ് ചെയ്യണം. അതായത് ഒരെണ്ണം ഫുള്ള് ടൈറ്റ് ചെയ്ത് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഈ നെറ്റ് ടൈറ്റ് ചെയ്ത് ഒരു മീഡിയം ടൈറ്റ് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള നെറ്റ് വേണം ടൈറ്റ് ചെയ്യാൻ. അങ്ങനെ വേണം നമ്മൾ ഓരോന്നും ടൈറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണ്ടി ഇത്, അത് കഴിഞ്ഞിട്ട് ഇത്. ഓക്കെ, അതാകുമ്പോൾ അതിൻ്റെ സീലിങ്ങിനൊന്നും ഡാമേജ് വരത്തില്ല, പെർഫെക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. ഇതൊന്നും അഴിക്കുന്നതിൻ്റെ വീഡിയോ നമുക്കന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ കാണിക്കായിരുന്നു. അപ്പം വേണ്ട, ഇതാണ് വണ്ടിയുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് ടാങ്കിലോട്ട് 3 ട്യൂബ് ടോട്ടലി വരുന്നുണ്ട്. 2 ഓവർഫ്ലോൻ്റെയും, ഒരെണ്ണം ഓവർഫ്ലോ, ഒരെണ്ണം മറ്റേ റീസർക്കുലേഷൻ പോലൊരു സിസ്റ്റം ഉണ്ടല്ലോ അതിൻ്റെയും. പിന്നെ നമ്മുടെ കാർബറേറ്ററിലോട്ട് പോകുന്ന ട്യൂബ്. ഇത് കണ്ട, കാർബറേറ്ററൊക്കെ ഓൾറെഡി നമ്മൾ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടറിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. ജസ്റ്റ് കപ്പ് ഇനി നമുക്ക് പെട്രോളിൻ്റെ ലൈൻ കാണാം. അപ്പോൾ നമ്മൾ കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫ്യൂൽ ലൈൻ എന്താണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെയിൻ നട്ട് ഇവിടെ ആണ് അതിൻ്റെ പിടുത്തം വരുന്നത്, അതും ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫ്യൂൽ ഹോസസും ഉണ്ട്, അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സീറ്റ് വെക്കുക, നമ്മുടെ സീറ്റ് കമ്പോണൻസ് എല്ലാം വെക്കുക, പെട്രോൾ വാങ്ങിച്ച് കഴിക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും വണ്ടിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പെട്രോൾ വാങ്ങിക്കാൻ പോകുക. അതേപോലെ തന്നെ ഈ നട്ട് കണ്ടോ, ഇത് ഈ ഒരു പീക്ക് കൗളിൻ്റെ വരുന്നതാണ്, അതൊരെണ്ണം മിസ്സിങ് ആണ്, ഈ സൈഡിലുണ്ട്. അപ്പോൾ ആ നട്ടൂടെ ഒരെണ്ണം വാങ്ങിക്കണം. ഇൻ ദ മീൻ ടൈം നമ്മൾ ഡോമിനാറിൽ ചെറിയ പരിപാടി നടത്തി. ഇത് കണ്ടോ, ഇത് മഞ്ഞിച്ചായിരുന്നു, അപ്പോൾ ഇതൊന്ന് മാറിയിട്ടുണ്ട്. മാറിയതല്ല, എൻ്റെ വണ്ടക്കത്തെ ലെയർ ഇളക്കി കളഞ്ഞു. പിന്നെ ഇത് കണ്ടോ, മൊത്തവും പശവശപ്പോൾ അത് ക്ലീൻ ചെയ്യുക. ഇട്ട് അങ്ങോട്ട് വരാ, അപ്പോൾ ആ പെയിൻ്റെല്ലാം കൂടെ ഫെയ്ഡായി പോകും. പെട്രോൾ ഇട്ടാണ് പിടിക്കുന്ന കാര്യം. എന്തായാലും യൂണിക്കോണിന് ടാങ്ക് പാടില്ല, ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നാണോ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കേട്ടോ, അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വി ആർ സക്സസ്ഫുൾ ഗൈസ്. എന്നെ എങ്ങനെ സ്റ്റാർട്ടായി നീണ്ട പരിശ്രമത്തിന് ശേഷം. നമ്മളപ്പം അങ്ങനെ വണ്ടീൻ്റെ കാർബറേറ്റർ ട്യൂണിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഐഡ്ലിംഗ് സ്പീഡൊക്കെ കറക്റ്റ് 1K RPM നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതെന്തു ഇനി അടുത്ത സാധനം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ്, നമ്മൾ പുതിയ സ്പീഡെക്സിൻ്റെ, ഇത് സ്പീഡെക്സിൻ്റെ അല്ലേ, F1 പ്ലേറ്റിൻ്റെ പുതിയ നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്ക് ഇത് സെറ്റ് ചെയ്യുക. ഐഡ്ലിംഗ് സ്പീഡ് ഇപ്പോൾ പക്കയാണല്ലോ. ഓക്കെ, ട്യൂണിങ് ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഐഡ്ലിംഗ് സ്ക്രൂ ഉണ്ടോ, വേണ്ടത് ഇതാണ് വണ്ടിയുടെ ഐഡ്ലിംഗ് സ്ക്രൂ. ഇത് ക്ലോക്ക് വൈസ് തിരിച്ചാൽ RPM കൂടും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ RPM കുറയും. പിന്നെ ഫ്യൂവലിൻ്റെ മിക്സ്ചർ കൺട്രോൾ ചെയ്യുന്നത് ഉള്ളിലാണ്, അത് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്ത സമയത്ത് ട്യൂൺ ചെയ്ത് സെറ്റാക്കിയത്. നമ്മളങ്ങനെ 2 നമ്പർ പ്ലേറ്റ് വരിയിട്ടുണ്ട്. അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലേറ്റിൽ ഹോൾസ് അടിക്കണം. അപ്പം നമ്മുടെ കയ്യിലിപ്പം ഡ്രില്ലിംഗ് മെഷീൻ പോയില്ല, അത് എവിടെയെങ്കിലും കൊണ്ട് അടിക്കാമെന്ന് വെച്ചാൽ മഴ കാരണം അത് നടക്കുന്നില്ല. അപ്പം അതിന് നാളെ വല്ലതും പറ്റത്തുള്ളൂ. അടുത്തത് നമ്മുടെ ഡോമിനാറിലെ ഈ ഒരു ഫോഗ്ലീറ്റില്ലേ, അത് മണ്ടയ്ക്കോട്ടായിരിക്കുന്നത്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സിമ്പിൾ കാര്യം, നാട്ടിൽ ദിവസമായിട്ട് അതൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു ഏരിയയിലേക്ക് എടുക്കാം. ബൈ.